അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ്സാലിഹീൻ ബാബുൽ മുറാഖബ 61-ാമത്തെ ഹദീസാണ്. عن أبي ذر جندب بن جنادة وأبي عبد الرحمن معاذ بن جبل رضي الله عنهما. ബഹുമാനപ്പെട്ട അബൂദർ അതുപോലെ മുആദ് ബിൻ ജബൽ എന്നീ പ്രമുഖ രണ്ട് സ്വഹാബികളാണ് ഉദ്ധരിക്കുന്നത്. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. ഇത്തഖില്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ തഖ്വയുള്ളവരാകണം. ഹൈസുമാ കുന്ത, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, ഏത് സ്ഥലത്താണെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾക്ക് തഖ്വ വേണം. പള്ളിയിൽ വന്നാൽ നമുക്ക് പടച്ചവൻ്റെ പേടിയുണ്ട്, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പടച്ചവൻ്റെ പേടിയില്ല. ചിലപ്പോൾ വീട്ടിലും പടച്ചവൻ്റെ പേടിയുണ്ടാകും, പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അതല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഫങ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ പേടിയില്ല. ചിലപ്പോൾ ഒറ്റക്ക് ചെയ്യുന്ന ഇബാദത്തിൽ നമുക്ക് വലിയ താല്പര്യമുണ്ടാവില്ല. ജനങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധം വരുമ്പോൾ, അതല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ചെയ്യുന്ന ഇബാദത്ത്, ചിലപ്പോൾ നിസ്കാരം, സദഖ, ഖുർആൻ പാരായണം, ഇതൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായി പാരായണം ചെയ്യും, സാവധാനം നിസ്കരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ രഹസ്യവും പരസ്യവും ഒരുപോലെയല്ല എന്നുള്ളതാണ്. അതാണ് ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅത്ബിഇ സയ്യിഅത്തൽ ഹസന, വഅത്ബിഇ, നീ ഫോളോ ചെയ്യണം, നീ തുടരണം, അല്ലെങ്കിൽ നീ കൊണ്ടുവരണം. അസയ്യിഅത്ത, സയ്യിഅത്തിൻ്റെ ശേഷം, സയ്യിഅത്തിനോട് തുടരെ നീ കൊണ്ടുവരണം. അൽ ഹസനത, സൽക്കർമ്മങ്ങളെ. അതായത് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വരും, എല്ലായ്പ്പോഴും അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. തെറ്റ് വന്നാൽ നീ വേണ്ടത് ആ തെറ്റ് ചെയ്ത ഉടനെ അൽ ഹസനത, നീ ഒരു സൽക്കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തംഹുഹ, ഈ സൽക്കർമ്മം എന്നുള്ളത്, ഹസനത്ത് എന്നുള്ളത് ഈ സയ്യിഅത്തിനെ, ഈ തെറ്റിനെ അത് മായ്ച്ചു കളയും. വളരെ കൃത്യമാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഹൈസുമാ കുന്ത എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ നിരാശയാകണ്ട എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല, അപ്പം ഞാൻ പരാജിതനാണ് എന്ന് ചിന്തിക്കേണ്ട. ചിലപ്പോഴൊക്കെ തെറ്റ് ചെയ്തേക്കാം, പക്ഷേ ആ തെറ്റ് പിന്നെ ആവർത്തിക്കരുത്. മാത്രമല്ല, തെറ്റ് ചെയ്ത കാരണം കൊണ്ട് നിരാശ വന്ന് പിന്നെ വീണ്ടും തെറ്റിലേക്ക് തന്നെ പോകരുത്. തെറ്റ് ചെയ്താൽ ഉടനെ ഒരു സൽക്കർമ്മം ചെയ്യുക. അങ്ങനെ സൽക്കർമ്മം ചെയ്യുമ്പോൾ ആ ചെയ്തു പോയ തെറ്റിനെ അല്ലാഹു തആല പൊറുക്കും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇവിടെ നോക്കൂ, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ മീനിങ്? അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റേതായ ഒരു ഉത്തരവാദിത്വം, സമൂഹത്തിൽ ഒരുവനായി ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ചില സാമൂഹ്യ ബാധ്യതകളുണ്ട്, അത് പരിഗണിക്കണം. വഖാലിഖിൻ നാസ, ജനങ്ങളോട് നീ പെരുമാറണം. ബിഖുലുഖിൻ ഹസൻ, സൽസ്വഭാവത്തോടെ പെരുമാറണം. അള്ളാഹുവിനോട് തഖ്വയോട് ജീവിക്കുക എന്നുള്ളത് ജനങ്ങളോട് സൽസ്വഭാവത്തിലൂടെ പെരുമാറുക എന്നതിനോട് എതിരല്ല. മാത്രമല്ല, അത് രണ്ടും കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളയിടത്ത് സൽസ്വഭാവം ഉണ്ടാകുമെന്നുള്ളതാണ്. റവാഹു തുർമുദി ഇമാം ഉദ്ധരിച്ച ഹദീസാണിത്.